ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പോത്ത് മേയുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ അപ്പം ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇന്ന് വീഡിയോ എടുത്തത്. ഇതാ പോത്തുകൾ എൻ്റെ പുറകിൽ തന്നെ മേയുന്ന ഇതാ മൂന്നാളും നമ്മളുടെ പുറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് മിക്കൂസിൻ്റെ കൂടെ. അപ്പം എൻ്റെ ചാലഞ്ചിങ് വീഡിയോ കാണാത്തവർ നമ്മുടെ ഷോർട്സിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ചാലഞ്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫൺ പോലെ, കാരണം നമ്മൾ കഴിക്കുന്ന സംഭവങ്ങൾ ഇവർ കഴിക്കുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാലഞ്ചിങ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ദിവസം നമ്മൾ തക്കാളി കൊടുത്ത് നോക്കി. ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോയിൽ ഒരു പ്രത്യേക സംഭവമാണ് കൊടുത്തത്. ഞാനതിൽ ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട് വേണ്ടി മേടിച്ചപ്പോൾ ഇവർക്കും അത് ട്രൈ ചെയ്ത് നോക്കാം, ഇവരാരെങ്കിലും അത് തിന്നുമോയെന്ന് നോക്കാം എന്ന് വേണ്ടിയിട്ട്. കാരണം പശുവിനെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, പശുക്കൾക്ക് എന്താ മറ്റേ ബീഫൊക്കെ കൊടുത്തിട്ട് ബീഫ് കഴിക്കുന്ന വീഡിയോ ഒക്കെ വൈറലായിട്ട് ന്യൂസിലൊരിക്കൽ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവർക്ക് എന്താ കൊടുത്തിട്ട് ഇവർ കഴിക്കുക എന്ന് അറിയാനുള്ളൊരു ഇത്, കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ഇവരും കഴിക്കുമോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ ചലഞ്ചിങ് വീഡിയോയിൽ ഓരോ സംഭവങ്ങൾ കൊടുത്ത് നോക്കാം, എന്തൊക്കെയാണ് ഇവർ കഴിക്കണമെന്ന് അറിയാം. ആദ്യത്തെ ചലഞ്ചിങ് വീഡിയോയിൽ രണ്ടുപേരും തക്കാളി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തടിയൻ പോത്തില്ല, നമ്മുടെ ഗുണ്ടൻ പോത്ത്, അവൻ മാത്രമാണ് തക്കാളി ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചലഞ്ചിങ് വീഡിയോ ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇവരാരൊക്കെ എന്തൊക്കെ കഴിക്കും ഇല്ല എന്നൊക്കെ. അപ്പോൾ വേണ്ട മേയട്ടെ ഇവർ വേണ്ട കറുമ്പി മേയുന്നുണ്ട്. ഇതാ ഒരാൾ മേയുന്നുണ്ട്, ഇതാ ആ സൈഡ് ഒരാൾ മേയുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് ഇവിടെയൊക്കെ തിരിച്ച് ചളിയായി കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ തടിയപ്പൻ ഇവിടെയും മേയുന്നുണ്ട്. ഇവർ രണ്ടാളും ഒരേ ഇനത്തിൽപ്പെട്ട പോത്തുകളാണ്, ഒരേ സിമിലാരിറ്റീസാണ്. പക്ഷേ ഇവന് കുറച്ച് വ്യത്യസ്തങ്ങളുണ്ട്. ഇവൻ്റെ കൊമ്പ് വളരുന്ന രീതിയാണെങ്കിലും ഇവൻ്റെ വാലിൻ്റെ തുമ്പിലുള്ള കളറാണെങ്കിലും അതുപോലെ തന്നെ ഇവൻ ഉരുണ്ടിട്ടാണ് വരുന്നത്, നീളമാണ് വെക്കുന്നത്. പക്ഷെ ഇവർ രണ്ടാളും കൊണ്ടുവരുമ്പോൾ ഇത്ര ഹൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ ഹൈറ്റ് വയ്ക്കുന്നൊരു രീതിയിലുള്ള പോത്തുകളും ഇവൻ നീളത്തിൽ വളരുന്നൊരു പോത്തുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോത്ത് വളർത്താൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. അതാ കറുമ്പി മേയുന്നുണ്ട്. ഇവർ കറുമ്പണ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുകളുടെ കൂടെ ഇങ്ങനെ വന്നിങ്ങനെ സമയം ചിലവഴിക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ കുണ്ടനും മേനി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവരും ഇങ്ങനെ മേനി ഈ കളത്തിൻ്റെ പുറകിൽ കൂടെ പോയി അപ്പുറത്തെ കളത്തിൻ്റെ അവിടെ എത്തും. അപ്പോൾ അവന് മേനി അവൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ഇവർ നന്നായി മേയട്ടെ. ഒരു മൂന്നാൾ മേഞ്ഞ് ഒപ്പുത്തി. നമ്മൾ പോത്ത് ജീവിതം എന്നുള്ള ഓരോ വ്ളോഗായിട്ടാണ് നമ്മൾ ഡെയിലി, ഇപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഈവനിങ് മേലാണ് ഇവൻ്റെ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ മോർണിംഗിലും ഈവനിങ്ങിലും മേലൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമ്മൾ മേയുന്നത് തന്നെയാണ് കൂടുതലായിട്ടും വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവർക്ക് വെള്ളം കൊടുക്കുന്നതൊക്കെ നമ്മൾ വരും വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് കൊടുക്കുന്നതൊരു, ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒരു ഗോതമ്പ് തവിട് മാത്രമായിരുന്നു, ഇപ്പോൾ 3-4 സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേണ്ട ഇവർ മേയുന്നുണ്ട്. അപ്പോൾ ഇവർ നന്നായി മേയട്ടെ. ഇവർ മേഞ്ഞ് വീട്ടിൽ പോയിട്ട് വെള്ളവും തവിടൊക്കെ കൊടുക്കുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഇവരെ ആട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും രണ്ടും കൂടെ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം നമ്മളതെല്ലാം കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ട് ഇടാട്ടോ. അപ്പോൾ ഇവൻ്റെ മേലെങ്ങനെയാണ് ഇവൻ്റെ കൂടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സമയം പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ഓരോ വ്ളോഗായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവർ മേയട്ടെ. അപ്പോൾ ഇവർ 3 ആളും ഇവിടെ മേയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും പോത്തിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ എല്ലാവരും മെസ്സേജ് അയയ്ക്കുക. അതുപോലെ കമൻ്റ് ഇടുക. പോത്തിൻ്റെ കൊടുക്കുന്ന തീറ്റൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ അറിയാനുണ്ടോ അതൊക്കെ നിങ്ങളതുപോലെ കമൻ്റ് ഇടുക. പിന്നെ ഞാൻ ഇടയിൽ നമ്മളുടെ ഹെയർ കെയറും അതുപോലെ തന്നെ ഫേസ് കെയറിൻ്റെയൊക്കെ ഓരോ വീഡിയോസ് ഇടുന്നുണ്ട്. ഞാൻ വീട്ടിൽ ചെയ്യുന്നൊരു ക്ലീനപ്പ് ഇട്ടിട്ട് അതിലൊരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.